നമ്മുടെയൊക്കെ മക്കളുടെ കാര്യം ഒന്ന് വല്ലാത്ത അപകടത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ പറയുമ്പോൾ ഒരു വിഷയം പറയേണ്ട, അതിലേക്ക് കടക്കുന്നില്ല. മക്കള് പൊതുവെ പല ജനറൽ ക്യാമ്പസുകളിൽ എത്തുമ്പോൾ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അതിഗുരുതരമായ അവസ്ഥ നിലവിൽ ഉണ്ട്. അവരുടെ ഈമാൻ നഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോകുന്ന, വിദഅത്തിലേക്ക് പോകുന്ന, കടുത്ത ഫിസ്കിലേക്ക് പോകുന്ന വളരെ ദയനീയമായ രംഗം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഉപ്പമാരെ ശ്രദ്ധിക്കുക, ഉമ്മമാരെ ശ്രദ്ധിക്കുക. മക്കളിങ്ങനെ അധികം ഒന്ന് എന്താ പറയാ, പുതിയ തലമുറക്ക് പലപ്പോഴും ഇവിടുത്തെ അവസ്ഥ എന്നല്ല, മൊത്തത്തിൽ ഇങ്ങനെ ഉപ്പാർക്കുമാർക്കും ഒരു വിഷമമുള്ള അവസ്ഥയിലേക്ക് മാറുക. അതിന്റെ ഒരു കാരണക്കാർ ഉപ്പിമ്മനെ തന്നെയാണ്. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്, എല്ലാവർക്കും പോകാൻ സമ്മതിക്കണം. എന്നാലും മക്കള് തലമുറകളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന്റെ, ഉമ്മാർക്കൊരു ഇടങ്ങറുണ്ടാകുന്ന കോലത്തിൽ എത്തുന്നതിന്റെ ഒരു കാരണം ഉമ്മി തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദീനിന് മുൻഗണന നൽകണം. ഇപ്പൊ ഈ ഒരു ഇവിടുത്തെ മദ്രസയുടെ രീതി എനിക്കറിയൂല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പലപ്പോഴും ഇപ്പൊ മദ്രസയിൽ 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പിന്നെ മദ്രസയ്ക്ക് വരാനില്ല. കാരണം ഉമ്മിപ്പി കൂടി തീരുമാനിച്ചു പോകാൻ സ്കൂൾ ട്യൂഷൻ ഉണ്ട്, 7 മണിക്ക് തുടങ്ങും. അതുകൊണ്ട് മദ്രസ അത്രക്ക മതി, ആവശ്യത്തിനായില്ലേ. 5ാം ക്ലാസ് മദ്രസയിൽ നിന്ന് പാസ്സായപ്പോഴേക്കും 7ാം ക്ലാസ് മദ്രസയിൽ നിന്ന് കുട്ടി പാസ്സായപ്പോത്തിന് ഉമ്മയും ബാപ്പയും കൂടി ഇരുന്ന് പറയുന്ന വർത്താനം, മദ്രസ കുറച്ചൊക്കെ ആയല്ലോ, ആവശ്യത്തിനൊക്കെ ആയല്ലോ. ഇനിയിപ്പോ സ്കൂൾ ഒരുപാട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, ഉണ്ട്, സുബൈ സ്കെച്ചാ തുടങ്ങി. ഏത് ട്യൂഷൻ, പിന്നെ അസന്ദേശം പിന്നെയും ട്യൂഷനാ. സ്കൂള് പഠിക്കരുത് എന്നൊന്നല്ല, സ്കൂള് പഠിക്കണം. ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ ഏത് വിജ്ഞാനവും പഠിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെയോടൊപ്പമെങ്കിലും അതേ അളവിലെങ്കിലും എങ്കിലും അള്ളാഹുവിന്റെ ദീനൊന്ന് പഠിക്കാനുള്ള താല്പര്യം എന്താ അമ്മക്കില്ലാതായി പോയത്? നമ്മൾ 5ാം ക്ലാസ്, 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സങ്കല്പിക്കാം. ആ കുട്ടിക്ക് കുറഞ്ഞ സമയം മദ്രസയിൽ ഉണ്ടാവുള്ളൂ. എന്നാലും നേരം വെളുത്തിന്റെ ശേഷം ആ കുട്ടി ഒരു അരമണിക്കൂറെങ്കിലും അള്ളാന്റെ ഖുർആനൊന്ന് കേട്ടോട്ടെ, ഒരു കാല റസൂലുള്ളാഹി കേട്ടോട്ടെ, ആ കുട്ടി മുത്തുനബി പഠിപ്പിച്ച എന്തെങ്കിലും ഒരു പാഠം കേട്ടോട്ടെ. നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായതോടുകൂടി കുട്ടിനെ നിർത്തിയിട്ട് ഇനി സ്കൂൾ മതി, മദ്രസ ആവശ്യത്തിന് അയക്കണമെന്ന് കരുതിയാൽ ഇനി ആ കുട്ടിക്ക് കാല റസൂലുള്ളാഹി എന്ന് കേൾക്കുന്ന അവസരം എത്ര ഉണ്ടാകും? ഇനി ആ കുട്ടിക്ക് മുത്തുനബിയുടെ പാഠം എത്രത്തോളം കിട്ടും? പണ്ടൊക്കെ വയസ്സുള്ളവർക്ക് അറിയാം, അന്ന് നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പഴയ കാലത്ത് സാധാരണക്കാർ പല ഉസ്താദുമാരായിട്ടും പള്ളി ദർശനം ഉപയോഗപ്പെടുത്തിയല്ല. ഇനി നമ്മളെ മക്കൾ എത്ര ആളുണ്ടാവും അതിന്? എന്നിട്ട് ഉമ്മയും ബാപ്പിയും തീരുമാനിച്ചത് എന്താ, 7ാം ക്ലാസ് മദ്രസയ്ക്ക്, ആ മദ്രസ അത്യാവശ്യത്തിനൊക്കെ ആയി, ഇനിയിപ്പോ എനിക്ക് സ്കൂള് കുറെ എഴുതാണ്ട്, അത്ര കൊണ്ട് മദ്രസാണ് നിർത്തിക്കാളിയും. ഞാൻ തീർത്തു പറയുന്നു, അങ്ങനെ മദ്രസ 5 കഴിഞ്ഞപ്പോത്തിന് 7ാം ക്ലാസ് ആയപ്പോത്തിന് അത്രക്ക മതി എന്നൊക്കെ മദ്രസ നിർത്തിയിട്ട് നിങ്ങൾ ഭൗതികത്തിന് മുൻഗണന നൽകുകയാണെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് വേദനയായി മാറും, ആ കുട്ടി നിങ്ങൾക്ക് സങ്കടമായി മാറും. ദുനിയാവിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കും, ഇല്ലെങ്കിൽ ആഖിറത്തിൽ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും. അതിന്റെ കൂടെ ആ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനും കൂടി കേൾക്കാനും പഠിക്കാനും ഉള്ള സൗകര്യങ്ങളെങ്കിലും നിലനിർത്തി കൊടുക്കുന്നിടത്ത് ഉപ്പമാരും ഉമ്മമാരും പിന്നോട്ട് പോയതാണ് വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വളരെ വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി SLC ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്കായ മക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദുനിയാവും ആഖിറും ഒന്നിച്ച് പഠിപ്പിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾക്ക് കുറച്ച് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. മദ്രസ വിദ്യാഭ്യാസം ബാലപാഠം മാത്രമാണ്, അതുകൊണ്ട് കൂടുതലാകൂല. മദ്രസ പഠിച്ചു അതെന്നെ 7ാം ക്ലാസ്സോടുകൂടി നിർത്തി അത്യാവശ്യം അയക്കുന്നതാണ്. കാരണം പിന്നെ ഉമ്മയും ഉപ്പയും ഈ സ്കൂളിലേക്ക് മാത്രം പറഞ്ഞയച്ച കുട്ടി കേടുന്നു പോയാൽ അത് മദ്രസ അല്ല അതിന്റെ ഉത്തരവാദി. കാരണം മദ്രസയിൽ നിന്ന് കുട്ടിക്ക് അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി വിശദമായി പഠിച്ച ഒരു മനുഷ്യൻ പരസ്യ ഫാസിക്കാവാൻ തീരെ സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ. ആത്മഹത്യ ചെയ്തവരുടെ കൂട്ടത്തിൽ ദീൻ നന്നായി പഠിച്ച ആലിമീങ്ങൾ കൂടുതൽ ഉണ്ടാകൂല, പലിശയിടപാട് നടത്തുന്നവരുടെ കൂട്ടത്തിലും കൂടുതൽ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്യമായ ഫിസ്ക് ചെയ്യുന്നവരിൽ അത്തരം ആളുകൾ തീരല്ല എന്ന് ഞാൻ പറയൂല, ഉണ്ടാവാൻ സാധ്യത താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പഠനത്തിൽ നാട്ടിലെ ദർസുകളും സ്ഥാപനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ ഏറ്റി തരട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കൊരു മരണം ഉണ്ടല്ലോ, മരിച്ചുവല്ലോ അല്ലേ? മരിച്ചൂലേ? ഇപ്പൊ വേദനയുടെ കാര്യമില്ല. എപ്പോഴാ മരിച്ച? എപ്പോഴും മരിക്കാം, എപ്പോഴും മരിക്കാം. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടരുത്.
ഇതാവണം നമ്മുടെ ഏറ്റവും വലിയ മർമ്മം. അർഹമുറാഹിമായ റബ്ബ് മരണം കണക്കാക്കിയ സമയത്ത് മരിക്കുമ്പോൾ നല്ല മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ.